ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇഫക്റ്റീവ് റെയിൻഫോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് നോക്കാം. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട് അല്ലേ? ആ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിൽ നിന്ന് നമ്മൾ വെള്ളം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് മുഴുവൻ മഴ പെയ്യുമ്പോൾ മണ്ണിൽ വീഴുന്ന വെള്ളം മൊത്തം നമുക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുറേ വാട്ടർ വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ ആ ടോട്ടൽ റെയിൻഫോളിൽ നിന്ന് ഈ വേസ്റ്റ് ആവുന്ന വാട്ടർ മൈനസ് ചെയ്യുന്നതിനെയാണ് ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റെയിൻഫോൾ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ റെയിൻഫോൾ മൈനസ് റൺ ഓഫ് മൈനസ് ഇവാപ്പറേഷൻ മൈനസ് ഡീപ്പ് പെർക്കുലേഷൻ. അപ്പോൾ ടോട്ടൽ വാട്ടർഫോളിൽ നിന്നും അല്ലെങ്കിൽ ടോട്ടൽ റെയിൻഫോളിൽ നിന്നും റൺ ഓഫും ഇവാപ്പറേഷനും ഡീപ്പ് പെർക്കുലേഷനും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. The effective rainfall is used to define this fraction of the total amount of rainfall which is useful for meeting the water needs of the crops. ഇപ്പം ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വെള്ളം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇഫക്റ്റീവ് റെയിൻഫോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് നിന്ന് റൺ ഓഫും ഇവാപ്പറേഷൻ ലോസും ഡീപ്പ് പെർക്കുലേഷൻ ലോസും നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇനി എന്താണ് റൺ ഓഫ്? ആദ്യം നമുക്ക് ഡീപ്പ് പെർക്കുലേഷൻ എന്താണെന്ന് നോക്കാം. ഡീപ്പ് പെർക്കുലേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ദ റൂട്ട് സോൺ ടു ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഡ്യൂ ടു ഹെവി റെയിൻ. അതായത് ഇപ്പം മഴ പെയ്തു, അപ്പം സോയിൽ നല്ലപോലെ വെറ്റായി, അപ്പം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിനെ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പിന്നെയും മണ്ണിൽ വീഴുന്ന വെള്ളം, അതായത് സാച്ചുറേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണിൽ വീഴുന്ന വെള്ളം എന്ന് പറയുന്നത് മണ്ണിലൂടെ നേരെ എവിടെ എത്തും? താഴെയുള്ള ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് ചെല്ലും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഡീപ്പ് പെർക്കുലേഷൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അതൊരു ലോസാണ്. Then heavy rainfall may cause groundwater table to rise temporarily ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റൈസ് ചെയ്യാനായിട്ട് നല്ല പെരുമഴത്ത് സാധിക്കും. ദെൻ വാട്ട് ഈസ് റൺ ഓഫ്? റൺ ഓഫ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. In sloppy areas, heavy rainfall will result in large percentage of rainwater being lost by surface runoff. അതായത് സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സർഫസ് റൺ ഓഫ് ഉണ്ടാകും, അതായത് വെള്ളം ഒഴുകിപ്പോകും. ഓക്കെ, ആ പോകുന്ന കൂട്ടത്തിൽ ആ മേൽമണ്ണും കൂടെ ചേർത്തായിരിക്കും കൊണ്ടുപോകുന്നത്. സോ നല്ല പെരുമഴയുള്ള സമയത്താണെങ്കിൽ ലാർജ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ നമുക്കിങ്ങനെ നഷ്ടപ്പെടും. അത് മീൻസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സും സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം ഒഴുകിപ്പോവുക തന്നെ ചെയ്യും. In India, 70% of the average seasonal rainfall is assumed as effective in arid and semi-arid regions, while 50% in the humid regions. മൊത്തം പെയ്യുന്ന മഴയിൽ 70% എറിഡ് ആൻഡ് സെമി എറിഡ്, അതായത് വെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിൽ 70% ഇഫക്റ്റീവ് റെയിൻഫോൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം ഹ്യൂമിഡ് ഏരിയാസിൽ അത് 50% മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഫക്റ്റീവ് റെയിൻഫോൾ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്? നമുക്ക് പല രീതിയിൽ ഇഫക്റ്റീവ് റെയിൻഫോൾ, ദർ ആർ സെവറൽ മെത്തേഡ്സ് ഫോർ അസസിങ് ദി ഇഫക്റ്റീവ് റെയിൻഫോൾ. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഗേജ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേറ്റിംഗ് ഗേജ് മെത്തേഡിൽ നമുക്ക് കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതായത് ആദ്യം ഒരു റെയിൻഫോൾ റിസർവോയർ ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെയിൻഫോൾ റിസർവോയർ which is connected to a water reservoir, which in turn is connected to an evaporating surface representing a crop. Okay, ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാണ് റെയിൻ വാട്ടർ റിസർവോയർ. ഇവിടേക്കാണ് വെള്ളം വന്ന് വീഴുന്നത്. അവിടുന്ന് ആ വെള്ളം എവിടേക്ക് പോകും? ഒരു വാട്ടർ റിസർവോയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ റിസർവോയർ ഒരു ഇവാപ്പറേറ്റിംഗ് സർഫസിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇവാപ്പറേറ്റിംഗ് സർഫസാണ് ക്രോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവാപ്പറേറ്റിംഗ് സർഫസ് റെപ്രസെൻറ്റ്സ് ദി ക്രോപ്പ്.
The reservoir, water reservoir is provided with an outlet. ഒരു ഓവർഫ്ലോ ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഇവിടെ വന്ന് വീഴണം. Okay, so the reservoir is provided with an overflow outlet at the top of the side wall. The capacity of the reservoir is adjusted to the maximum water holding capacity of the soil in question. നമ്മൾ എടുക്കുന്ന സോയിൽ ടൈപ്പ് അത് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്ത് അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ റിസർവോയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെള്ളം മാത്രമേ ആ സോയിലിന് ഹോൾഡ് ചെയ്ത് വെക്കുക, ഒരു സമയം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റെയിൻ വാട്ടർ എബവ് ദിസ് മാക്സിമം കപ്പാസിറ്റി ഫ്ലോസ് ഔട്ട് ആൻഡ് ഈസ് മെഷേർഡ് ആസ് ഇൻഎഫക്റ്റീവ് റെയിൻഫോൾ. ഈ ഡി എന്ന് പറയുന്ന ഈ കണ്ടെയ്നറിനകത്ത്, അതായത് ഇത്രയും റെയിൻഫോൾ മഴ പെയ്ത് ഇവിടെ എല്ലാം വെള്ളം വന്നു, വാട്ടർ ഇത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളം വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെവിടേക്ക് പോകും? ഓവർഫ്ലോ ഔട്ട്ലെറ്റിലേക്ക് പോകും. ഈ പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഇൻഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റെയിൻഫോളിൽ നിന്നും ഈ ഇൻഇഫക്റ്റീവ് റെയിൻഫോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവ് റെയിൻഫോൾ കിട്ടും. അങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഗേജ് വെച്ച് നമ്മൾ എഫക്റ്റീവ് റെയിൻഫോളിനെ മെഷർ ചെയ്യുന്നത്. സോ ഇതിന് എന്തൊക്കെയുണ്ട്? ഒരു റെയിൻഫോൾ റിസർവോയർ ഉണ്ട്, വിച്ച് ഈസ് കണക്റ്റഡ് ടു എ വാട്ടർ റിസർവോയർ ആൻഡ് അഗെയിൻ കണക്റ്റഡ് ടു എ evaporating surface representing a crop. And it is also, the water reservoir is provided with an overflow outlet at the top of the sidewall, and the reservoir capacity is adjusted to the maximum water holding capacity of the soil. The rainwater above the maximum capacity flows out and is measured as ineffective rainfall. Okay, അപ്പോൾ ഇതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഗേജ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് രാംദാസ് മെത്തേഡ് എന്ന് പറയുന്നത്. രാംദാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ അപ്പാരറ്റസ് എന്നൊരു സിലിണ്ടർ ഷേപ്ഡ് അപ്പാരറ്റസ് ആണ്. ദ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ഓഫ് എബൌട്ട് 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. 30 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലുള്ള പെർഫറേറ്റഡ് ബേസസ് ആയിരിക്കും അതിനുള്ളത്. പെർഫറേറ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള ബേസ് ആയിരിക്കും ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ പ്രൊവൈഡഡ് വിത്ത് എ ഫണൽ ലീഡിങ് ടു എ റിസീവർ ബോട്ടിൽ. ഈ കാണുന്നതാണ് രാംദാസ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. CD ഇതാണ് സിലിണ്ടർ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ പെർഫറേറ്റഡ് ബേസ്. ഇതിൻ്റെ അടിഭാഗം സുഷിരങ്ങളുള്ളതായിരിക്കും. ഇതിൽ നിന്ന് ഇതിനൊരു ഫണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗോയിങ് ടു എ റിസീവർ ബോട്ടിൽ. ഒരു റിസീവർ ബോട്ടിലിലേക്ക് പോകുന്ന ഒരു ഫണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ദീസ് പാർട്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ആൻ ഔട്ടർ സിലിണ്ടർ. ഇതെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു ഔട്ടർ സിലിണ്ടറിൽ എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. The height is equal to the effective root zone of the crop. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ക്രോപ്പിൻ്റെ റൂട്ട് സോണിനോട് ഈക്വൽ ആയിരിക്കും. എത്രത്തോളം ഡെപ്തിൽ റൂട്ട്സിന് പോകാൻ പറ്റുമോ ആ കണക്കിനായിരിക്കും നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഉണ്ടാക്കുന്നത്. Manufacturing. The apparatus is installed in the field crop where effective rainfall is to be measured. നമുക്ക് എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് അവിടെ ഇതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എക്സസ് റെയിൻ ഓർ ഇറിഗേഷൻ റെപ്രസെൻറ്റിംഗ് ഇൻഎഫക്റ്റീവ് വാട്ടർ ഡ്രെയിൻസ് ഇൻ ടു ദ റിസീവർ. ഇവിടെ എല്ലാം മണ്ണ് വെച്ച് നിറച്ചിട്ടുണ്ട്. ഈ അപ്പാരറ്റസ് മൊത്തം മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഎഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ അതായത് വന്നു കഴിഞ്ഞ് മണ്ണിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ലെവലുണ്ട്. ആ വാട്ടർ ലെവൽ കഴിഞ്ഞ് പിന്നെ എക്സസ് വീഴുന്ന വെള്ളം ഈ റിസീവറിൽ വന്ന് കളക്ട് ചെയ്തിരിക്കും. ഈ റിസീവറിൽ കളക്ട് ചെയ്യുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഇൻഇഫക്റ്റീവ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, the excess rain or irrigation representing the ineffective water drains into the receiver. Ineffective rain or irrigation water is subtracted from the total water gives the effective rainfall. മുന്നത്തേതുപോലെ തന്നെ ഈ കിട്ടുന്ന ഇൻഎഫക്റ്റീവ് റെയിൻ വാട്ടറിനെ ടോട്ടൽ വാട്ടറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത്, ഇപ്പോൾ ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. റെയിൻഫോൾ ആണെങ്കിലും ടോട്ടൽ റെയിൻഫോൾ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ ടോട്ടൽ വാട്ടറിൽ നിന്ന് ഇൻഎഫക്റ്റീവ് റെയിൻ അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ഇറിഗേഷൻ വാട്ടർ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് വാട്ടർ കിട്ടും. അതാണ് രാംദാസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് രാംദാസ് മെത്തേഡിൻ്റെ പിക്ചർ. Then next coming to the evapor
ട്രാൻസ്പിരേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ റേഷ്യോ മെത്തേഡ്. ആദ്യത്തെ രണ്ടെണ്ണമാണ് അപ്പാരറ്റസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഇൻ്റഗ്രേറ്റിംഗ് ഗേജ് മെത്തേഡും രാംദാസ് മെത്തേഡിലും നമുക്ക് പർട്ടിക്കുലർ അപ്പാരറ്റസ് ഉണ്ട്. ഇനിയുള്ളതെല്ലാം നമ്മൾ വാല്യൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ മീൻസ് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആവറേജ് മന്ത്ലി ഇഫക്റ്റീവ് ആൻഡ് മീൻ മന്ത്ലി റെയിൻഫോൾ ഫോർ ഡിഫറെൻറ്റ് ആവറേജ് മന്ത്ലി വാല്യൂസ് ഓഫ് ഇ ടി ക്രോപ്പ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ടേബിൾ. അതായത് ഒരു പ്രസിപ്പിറ്റേഷനും ഇവാപ്പോ ട്രാൻസ്പിറേഷനും പ്രസിപ്പിറ്റേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ റെയിൻഫോളാണ്. അപ്പോൾ ഇവാപ്പോ ട്രാൻസ്പിറേഷനും പ്രസിപ്പിറ്റേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു മന്ത്ലി ആവറേജ് റെയിൻ ഒരു ചാർട്ടായിട്ട് നമുക്ക് കിട്ടും. അത് മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതൊരു ഇൻഡിക്കേറ്റിംഗ് ചെയ്യുന്ന ടേബിളാണ്, അത് നമുക്ക് കിട്ടും. ആ ടേബിളിൽ നിന്ന് the soil water storage capacity is assumed to be equal to 75 centimeter at the time of irrigation, but correction factors are indicated where S is either smaller or greater than 75 mm at the time of irrigation. അതായത് ഈ സോയിൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ 75 mm ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണ്. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി ഇൻ കേസ് അത് ഓരോ സോയിൽ ടൈപ്പ് അനുസരിച്ച് എന്ത് മാറും, ഈ സ്റ്റോറേജ് കപ്പാസിറ്റി മാറും. അതുകൊണ്ട് ഓരോ സോയിൽസിനും ഈ കറക്ഷൻ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കറക്ഷൻ ഫാക്ടർ ഇട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ മെത്തേഡിൽ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, കാരണം ഇത് എത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് ഉണ്ട്, റേഷ്യോ മെത്തേഡ്, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പ്രസിപ്പിറ്റേഷൻ റേഷ്യോ മെത്തേഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ evapotranspiration or precipitation ratio. പൊട്ടൻഷ്യൽ evapotranspiration precipitation ratio. നേരത്തെ കണ്ടത് evapotranspiration precipitation ratio ആയിരുന്നു. ഇത് പൊട്ടൻഷ്യൽ evapotranspiration precipitation ratio. The ratio of potential evapotranspiration is taken as 0.8 of the USW PAN Class A PAN data during the growing season is computed based broadly on soil type or soil moisture or weather or ET rates. അതായത് ഈ പൊട്ടൻഷ്യൽ ഇവാപ്പോട്രാൻസ്പിറേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു WB ക്ലാസ് എ പാൻ വെച്ചിട്ടാണ്. അതിൻ്റെ ആ ഇവാപ്പറേഷൻ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവാപ്പോട്രാൻസ്പിറേഷൻ മെഷർ ചെയ്യുന്നത്. അത് നമുക്ക് ഓരോ ടൈമിലേതും മെഷർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത് പറ്റും. ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് 0.8 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 0.8 ആണ് ആ പാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സോയിൽ ടൈപ്പ് ഓർ സോയിൽ മോയ്സ്ചർ ആൻഡ് വെതർ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ET റേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ PET റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ഇതെടുക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഡേയ്സ് ഇൻ എ ഗ്രൂപ്പ് ഇസ് 15 ഡ്യൂറിങ് വാം വെതർ. വാം വെതർ ആണെങ്കിൽ 15 ദിവസം ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതേസമയം കൂൾ വെതർ ആണെങ്കിൽ അത് 30 ദിവസം ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും മാസം. അത് ഫോർ ക്രോപ്സ് അതർ ദാൻ റൈസിനല്ലാതെ ബാക്കി എല്ലാ ക്രോപ്സിനും 30 ദിവസമാണ് 30 ദിവസം 15 ദിവസമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ലോവർ ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഓർ ഹയർ ദ ET റേറ്റ് ഷോർട്ടർ ദ പീരിയഡ് ഇൻ ദി ഗ്രൂപ്പ്. അതായത് നമ്മൾ എടുക്കുന്ന സോയിൽ ടൈപ്പ്, അതായത് സാൻഡി സോയിൽ ആണെങ്കിൽ അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു മാസം കൂടുമ്പോഴൊന്നും ഈ റേഷ്യോ എടുത്താൽ പറ്റത്തില്ലാതായിട്ട് വരും. അപ്പം നമ്മൾ ഈ പീരിയഡിൻ്റെ എണ്ണം, അതായത് ഗ്രൂപ്പ് നമ്പറിൻ്റെ എണ്ണം കുറയ്ക്കും, അതായത് ഇൻ്റർവെൽസ് കുറയ്ക്കും. ഇൻ്റർവെൽസിനിടയിലുള്ള സമയം കുറയ്ക്കും, അതായത് ഇൻ്റർവെൽസ് കൂട്ടും. Then rainless periods are deleted from the calculation. അതായത് റെയിൻ ഇല്ലാത്ത സമയമെല്ലാം നമ്മൾ ഈ കാൽക്കുലേഷനിൽ നിന്നും ഒഴിവാക്കും. The ratios are expressed in percentage from each period. ഓരോ പീരീഡിലും, അതായത് ഓരോ 15 ദിവസത്തേതും നമ്മൾ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ വാല്യൂ ഒരു കാരണവശാലും 100 കൂടത്തില്ല. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. Then monthly means are then computed from which the grand mean ratio is obtained for the entire heavy soil in warm season.
മന്ത്ലി മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സീസണിൽ ടോട്ടലായിട്ടുള്ള ഗ്രാൻഡ് മീൻ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻ കേസ് ഓഫ് റൈസ്, ഇൻസ്റ്റെഡ് ഓഫ് PET വാല്യൂ, ടോട്ടൽ വാട്ടർ ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് PET പ്ലസ് ദ പെർക്കൊലേഷൻ ലോസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടിംഗ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ദ റൈസിൻ്റെ കേസസിൽ മാത്രം നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്പിറേഷൻ്റെ കൂടെ പെർക്കൊലേഷൻ ലോസും കൂടി ആഡ് ചെയ്തു. ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ PET മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം അതുവഴിയാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്പിറേഷനും കണക്കേക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ. ഇത് ടോട്ടൽ റെയിൻഫോൾ. പൊട്ടൻഷ്യൽ ട്രാൻസ്പിറേഷൻ എന്നാൽ വാട്ടർ ലോസ് ആണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഗെയിൻ ആണ്. അപ്പോൾ വാട്ടർ ലോസ് ഡിവൈഡ് ബൈ വാട്ടർ ഗെയിൻ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇഫക്റ്റീവ് റെയിൻഫോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടത്ത് ചോദിക്കാം. സോ ഇതാണ് ഇഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ടെക്സ്റ്റ് കൂടെ വായിക്കണം, എന്നാലും നിങ്ങൾക്കത് കുറച്ച് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, ശരി. എന്നാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. താങ്ക് യു.